ആരാണ് നേതാവ്? ഒരിക്കൽ മനുഷ്യ ശരീരത്തിൽ വലിയൊരു ചർച്ച നടന്നു. കണ്ണുകൾ, കൈകൾ, ചെവികൾ, കാലുകൾ ഇവരാണ് ഈ ചർച്ചയിലെ പ്രധാനികൾ. കണ്ണ് ഒരു ദിവസം കണ്ണാടി നോക്കിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് കഴിവ് കൂടുതൽ? ആരാണ് നമ്മുടെ കൂട്ടത്തിൽ നേതാവാകാൻ കൂടുതൽ യോഗ്യൻ? കണ്ണു തുടർന്നു, എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് നേതാവാകാൻ യോഗ്യൻ. ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ കാണില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വഴി കാട്ടാനും കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാനും ഒന്നും ഞാനില്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് എന്നെ നിങ്ങളുടെ നേതാവായി അംഗീകരിക്കണം. ചെവി അതിലിടപെട്ടു, ചുമ്മാതിരി, ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും വാക്കുകൾ കേൾക്കാൻ പറ്റുമോ? കേട്ടാലല്ലേ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു നേതാവിന് ആദ്യം വേണ്ട ഗുണം ഒരു നല്ല കേൾവിക്കാരനാകുക എന്നതാണ്. അതുകൊണ്ട് നേതാവാകാൻ എന്തുകൊണ്ടും യോഗ്യൻ ഞാനാണ്. കാര്യങ്ങൾ കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ മാത്രം വിജയിക്കില്ലല്ലോ. അതിനാവശ്യമായ പ്രവർത്തികൾ ചെയ്യണം. അതിന് ഈ കൈ ഇല്ലാണ്ട് നടക്കില്ല. കരുത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കൈ അത്യാവശ്യമാണ്. നേതാവിനെ കുറിച്ച് ഇനി കൂടുതൽ ചർച്ചയൊന്നുമില്ല. ഞാൻ തന്നെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നേതാവാകാൻ ഏറ്റവും യോഗ്യൻ എന്ന് കൈ ഉറപ്പിച്ചു പറഞ്ഞു. ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് കാലുകൾ പറഞ്ഞു, നിങ്ങളുടെ ഈ കഴിവൊക്കെ വെച്ച് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്നാൽ കാര്യങ്ങൾ നടക്കുമോ? കാര്യങ്ങൾ വിജയിക്കാൻ ഓടി നടന്ന് പണിയെടുക്കണം. അതിന് ഞാനില്ലാതെ പറ്റില്ല. നിങ്ങളുടെ പണികൾ കൂടി എന്നെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കി എന്നെ നേതാവായി തിരഞ്ഞെടുക്കണം. കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലായി. ആരും മറ്റുള്ളവരെ അംഗീകരിക്കാൻ തയ്യാറായതേയില്ല. സ്വന്തം കഴിവുകളാണ് ഏറ്റവും വലുത് എന്നും ഞാനാണ് നേതാവാകാൻ യോഗ്യൻ എന്നും അവർ ഓരോരുത്തരും വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി. കണ്ണു പറഞ്ഞു, നമുക്കൊരു പണിമുടക്ക് സമരം നടത്താം. കുറച്ചു കാലം ഞാൻ എൻ്റെ ഒരു പണിയും എടുക്കാതെ കണ്ണും അടച്ചിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് എൻ്റെ വില തിരിച്ചറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ നേതാവായി അംഗീകരിക്കാമല്ലോ. ശരി, എല്ലാവരും സമ്മതിച്ചു. പണിമുടക്ക് സമരം ആരംഭിച്ചു. കണ്ണുകൾ രണ്ടും അടച്ചിരിപ്പായി. പെട്ടെന്ന് ഇരുട്ടായപ്പോൾ ശരീരമൊന്ന് ഭയപ്പെട്ടു. ഒന്നും കാണാതായപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ കൈയും കാലും ഒക്കെ നന്നേ പണിപെട്ടു. പക്ഷേ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തപ്പിത്തപ്പിയാണെങ്കിലും സാവധാനത്തിലാണെങ്കിലും ശരീരം അതിൻ്റെ ജോലികൾ ചെയ്തു തുടങ്ങി. കണ്ണില്ലെങ്കിലും ജീവിക്കാം എന്ന തോന്നൽ ശരീരത്തിനുണ്ടായി. അതോടെ കണ്ണിൻ്റെ സമരം പരാജയപ്പെട്ടു. അടുത്തതായി സമരം ചെവി ഏറ്റെടുത്തു. ആദ്യ ദിവസങ്ങളിൽ വല്ലാതെ വിഷമങ്ങൾ നേരിട്ടു. ദിവസങ്ങൾക്കു ശേഷം ആ പ്രയാസത്തെയും അതിജീവിക്കാൻ ശരീരം പഠിച്ചു തുടങ്ങി. മെല്ലെ മെല്ലെ ചെവിയില്ലെങ്കിലും ജീവിക്കാം എന്ന് മറ്റുള്ളവർ പരിശീലിച്ചതോടെ ചെവിയുടെ സമരവും പരാജയം. കൈകളും കാലുകളും ഇതുപോലെ പണിമുടക്ക് നടത്തിയെങ്കിലും അവസാനം എല്ലാവരും പൂർണ്ണ പരാജിതരായി. ശരീരത്തെ പൂർണ്ണമായും നിശ്ചലമാക്കാൻ ആരെക്കൊണ്ടും സാധിച്ചില്ല. അങ്ങനെയിരിക്കെ ശരീരത്തിൽ നിന്നും ജീവൻ മെല്ലെ പുറത്തു പോവാൻ ഭാവിച്ചു. ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും തളരാൻ തുടങ്ങി. അവർ ഭയപ്പെട്ടു. അവർ തിരിച്ചറിഞ്ഞു, ജീവനില്ലെങ്കിൽ ഞങ്ങൾക്ക് എത്ര കഴിവുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ജീവനുള്ള ശരീരത്തിൽ ഞങ്ങളെല്ലാവരും അവരവരുടെ പണി വൃത്തിയായും കൃത്യമായും ചെയ്താൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് കുടുംബത്തിലും സംഘടനയിലും സ്ഥാപനങ്ങളിലും എല്ലാം. ഐക്യത്തോടെ അവരവരുടെ ജോലിയും കടമയും കൃത്യമായി നിറവേറ്റാൻ ഓരോരുത്തരും തയ്യാറായാൽ സമ്പൂർണ്ണ വിജയവും സംതൃപ്തിയും ഓരോ മേഖലയിലും ഉണ്ടാകും.